അല്ലേ നമ്മൾ ഈ ആരോണ കൂട്ടം നമുക്ക് താഴെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മളിതിൻ്റെ കൂടുതൽ സ്ട്രെങ്ത് അറിയാൻ എങ്ങനെയാണെന്ന് അറിയും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മളുടെ മീനുകളൊക്കെ നോക്കട്ടെ. കണ്ട നമ്മൾ മീനുകളൊക്കെ ഇവിടെ നമ്മൾ അലിഗേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ മീനുകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മളിതിൽ നന്നായിട്ട് വേസ്റ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ആരോണക്കൂട്ടം നോക്കി അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ആരോണക്കൂട്ടം നമുക്ക് താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ എന്തോ കയ്യുമ്പോൾ കളറുണ്ട് ടേബിൾ ഉണ്ടാക്കിയിട്ട് ടേബിളിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നൊരു ഇത്. അപ്പോൾ ജസ്റ്റ് ഒരാകത്ത് കയറ്റി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിനൊരു ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ നോക്കി കണ്ട ഇവിടെ ഒരു പലക ഇരിക്കുന്നുണ്ട്. ഈ പലക നമ്മൾ PVC പൈപ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കിയാലോ എന്നാണ് ആലോചിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആ ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്താലോ. വാ, ഇത് നോക്കിയാൽ ഈ ഒരു പീസ് നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഈ ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മളിത് കറക്റ്റ് അളവിൻ്റെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ് അപ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടല്ലോ നോക്കിയാൽ നമ്മൾ നന്നായ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ അടിപൊളിയായിട്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നോക്കിയാൽ പല നോക്കിയാൽ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ രണ്ട് ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാലമായിട്ട് ഉപയോഗിക്കുന്നത് PVC പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് PVC പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നോക്കിയാൽ ഇത് രണ്ട് ടൈപ്പ് PVC പൈപ്പ് ഉണ്ട്. ഇത് ഭയങ്കര കനം കുറവാണ്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കനമുള്ള ടൈപ്പ്. ഇത് 1.25 ഇഞ്ചിൻ്റെ PVC പൈപ്പാട്ടോ. അപ്പോൾ ഇതെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ PVC പൈപ്പ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ മോഡലിലാണ് നമ്മളിത് കണക്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മളുടെ ചെറിയ ഡാവ് അവിടെ ഇരിക്കണേക്ക് എന്താണ്ടാ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ നമുക്ക് വേണ്ടത് 4 എൽബോ വേണം. പിന്നെ അതുപോലെ തന്നെ ടീ വേണം, ഒരു 6 ടീ വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 സ്ട്രോപ്പറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലാമ്പും കുറച്ച് സ്ക്രൂവും ഒക്കെയാണ് വേണ്ടത്. പിന്നെ പൈപ്പുകൾ നമ്മൾ വലുപ്പത്തിനനുസരിച്ച് എടുക്കട്ടെ. പൈപ്പ് നമുക്ക് ഏകദേശം ഒരു 45 സെൻറ്റിമീറ്ററാണ് ഉപയോഗിച്ചുള്ളത്. പിന്നെ നമ്മൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ പലക ഏതാണോ ആ പലക അനുസരിച്ചുള്ള അളവ് നമുക്ക് എടുക്കട്ടെ. അത് 19 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ ജോയിൻറ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ ഉണ്ടല്ലോ നോക്കിയാൽ നമ്മളിത് ഇതേപോലെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഹൈറ്റ്, ഈ പൈപ്പിൻ്റെ ഒക്കെ ഹൈറ്റും വെയിറ്റ് ഇതൊക്കെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പലക ഉണ്ടോ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇഷ്ടത്തിന് നമ്മളെ ഹൈറ്റ് എങ്ങനെ ആഗ്രഹിക്കുന്ന ആ ഹൈറ്റിന് ഞാനിവിടെ 45 സെൻറ്റിമീറ്ററാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഹൈറ്റ് പറയുന്നത്. നമ്മളൊരു കസേരയുടെ ഒരു ഹൈറ്റ് പോലെ അത്രയും ചെറുത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഈ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫ്ലസ് ട്യൂക്കോ അല്ലെങ്കിൽ സ്റ്റാർ ബോണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഈ ജോയിൻ്റ് ഒട്ടിക്കരുത് കേട്ടോ, ഈ 2 ജോയിൻ്റ് ഒട്ടിക്കരുത്, ബാക്കി ഈ ജോയിൻ്റൊക്കെ ഒട്ടിക്കാം. അപ്പോൾ എന്താ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ ഈ ഒരു വശം കണ്ട ഇതേപോലെ തിരിയണം, അതുപോലെ ഈ വശം അങ്ങനെ. അപ്പോൾ ഈ 2 വശം മാത്രം ഒട്ടിക്കരുത്, ബാക്കിയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി വേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ നമ്മൾ നേരത്തെ എടുത്ത പലകയില്ല, ആ പലക കട്ട് ചെയ്തെടുത്ത പലകനെ വയ്ക്കുക. കറക്റ്റ് സെൻറ്ററിൽ നോക്കിയിട്ട് കറക്റ്റ് അളവിനെ എല്ലാ 4 സ്ഥലം, അതായത് ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് ക്ലാമ്പ് എടുത്തിട്ടൊന്ന് സ്ക്രൂ ചെയ്തേക്കട്ടെ. അപ്പോൾ നമ്മളിത് ഇതിലൊരു ക്ലാമ്പ്, അതേപോലെ തന്നെ ഇതിലൊരു ക്ലാമ്പ് അടിക്കുക, ഇതിലൊരു ക്ലാമ്പ് ചെയ്യുക, ഇതിലൊരു ക്ലാമ്പ് ചെയ്യുക, ഇതിലൊരു ക്ലാമ്പ് ചെയ്യുക, ഇവിടെ ഇതൊരു ക്ലാമ്പ് ചെയ്യുക, ഇവിടെയും ക്ലാമ്പ് ചെയ്തേക്കട്ടെ. ഇത് ക്ലാമ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഉള്ളത് നമ്മൾ സ്ക്രൂ എടുത്തിട്ട് നോക്കി ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കാം. നിങ്ങളിൽ ഡ്രില്ലുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് ഉറപ്പിച്ചാൽ മതി. വെറുതെ ഇങ്ങനെ തിരിപ്പിച്ചാൽ തന്നെ കയറിപ്പോക്കോളും. കണ്ടോ? അങ്ങനെ മൊത്തം ക്ലാമ്പ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം നോക്കിയാൽ നമ്മളിത് നല്ല രീതിയിൽ ക്ലാമ്പൊക്കെ ഒട്ടിച്ച് നോക്കിയാൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അടിപൊളിയായിട്ട് ക്ലാമ്പ് നല്ല പവർഫുള്ളായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നോക്കി മുകളിലേക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പുറത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഹോൾഡ് ചെയ്യാം. അത് നമ്മളിത് മൊത്തത്തിൽ മറച്ചങ്ങ് വയ്ക്കാം. മറച്ച് വയ്ക്കുമ്പോൾ നോക്കിയാൽ നമ്മളുടെ സ്റ്റൂൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ഒരു അകലം ജസ്റ്റ് ഇങ്ങനെ നീക്കിയിട്ട് നമുക്കതൊന്ന് അങ്ങോട്ടും കൊണ്ട് പോകാത്ത രീതിയിൽ നമ്മളിത് ഇതേപോലത്തെ ഒരു കുളത്തങ്ങ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും കൊണ്ടും മാറില്ല, ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കും, പിന്നെ അങ്ങോട്ടും കൊണ്ടും ചേഞ്ച് ആവില്ല. അപ്പോൾ നോക്കി നമ്മുടെ സ്റ്റൂളിൻ്റെ ഏകദേശം വർക്കത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഈ ഒരു കുളത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നൊക്കെ ഈ ഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതുപോലെ ഇപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കുളത്തിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിങ്ങനെ തിരിപ്പിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ ശരിക്കും നമ്മളിത് വർക്ക് ഫുള്ളായിട്ട് ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് നമ്മൾ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇതേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 4 ഭാഗത്ത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കി സംഭവം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, സെറ്റായിട്ടുണ്ട് കണ്ട. ഇനി നമ്മൾ ഇത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ, കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാമേ. നോക്കി ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കാം, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ, ഉറപ്പാണ്. നമ്മളിതിൻ്റെ കൂടുതൽ സ്ട്രെങ്ത് അറിയാൻ എങ്ങനെയാണെന്ന് അറിയോ? നോക്കിയതാ നമുക്ക് കാണിച്ചാ സ്ട്രെങ്ത് കണ്ട സംഭവം നോക്കി. ഞാൻ മുകളിൽ കയറിക്കുന്നുണ്ട്, ഞാൻ ഏകദേശം ഒരു 80 കിലോ വരും. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ മുകളിൽ കയറി നോക്കി അടിപൊളിയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഒരു 80 കിലോ വരെ അതിൽ താങ്ങുന്നുള്ളത് ഉറപ്പായി. ഇനി നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ നമ്മുടെ അരോണയുടെ അതിൻ്റെ മുകളിൽ കയറ്റിക്കാം. അതിനും വലിയ ഫിഷ് ടാങ്ക് നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടെ. അപ്പോൾ നമ്മൾ ആ ഫിഷ് ടാങ്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ അപ്പോൾ ഉണ്ടല്ലോ നമ്മളെ ഫിഷ് ടാങ്ക് കയറ്റി വെക്കണേ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നമുക്കൊന്ന് കുറയ്ക്കണം, എന്നാൽ മാത്രമേ കയറ്റിക്കാം. നമ്മൾ വെള്ളം കുറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറ്റിക്കാം, വെള്ളം കുറയ്ക്കാം. നമ്മുടെ ഗ്ലാസ് ടാങ്കിലെ വെള്ളം ഏകദേശം പകുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ സ്റ്റൂൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാൻ പോകാണ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റൂൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വെക്കാൻ പോകും. എനിക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുട്ടാ. ഇനി നമുക്ക് ഗ്ലാസ് ടാങ്ക് മുകളിലേക്ക് കയറ്റിക്കേട്ടാ. നല്ല എടുത്തിട്ട് വേണം കയറ്റിക്കാൻ. ഇനി നമ്മളിതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടേക്കേട്ടാ. ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ഗ്ലാസ് ടാങ്ക് നോക്കി നമ്മൾ ടേബിളിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക. നോക്കി ഓവറോൾ ഭയങ്കര ലുക്ക് തന്നെയല്ലേ കണ്ട. നമ്മൾ സംഭവം അടിയിലിരിക്കുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, കണ്ടായിരുന്നില്ല സംഭവം. മുകളിൽ വെച്ചപ്പോൾ അടിപൊളിയായിട്ട് നമ്മളുടെ ആരോണ ഫിഷ് നോക്കി ഓടിക്കളിക്കണായിട്ട് കാണാൻ പറ്റും. നോക്കി ഭയങ്കര രസമായിട്ടാണ്. അപ്പോൾ സത്യം പറയാനില്ലേ കുറച്ചും കൂടി വലിയ ഫിഷ് ടാങ്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതിലൊരു ചെറിയ ടാങ്ക് ഉള്ളത്, അത് കാരണം നമ്മളിത് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടി വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയൊക്കെ കേട്ടോ. ഞാൻ പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെ പെയിൻറ്റൊക്കെ അടിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കബോർഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു ഇതേപോലെ പലക ഉണ്ടെങ്കിൽ നമുക്ക് കബോർഡ് സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയാൽ അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പോൾ മനസ്സിൽ നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല അടിപൊളി സ്ട്രെങ്ത് ആക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെ കേട്ടോ. നമുക്ക് ഞാൻ വരെ കയറിയിരിക്കുന്നുണ്ട്, അപ്പോൾ അത്രയും സ്ട്രെങ്ത്താണ്. അപ്പോൾ ഇന്നും വലിയ കുറേയൊക്കെ നമ്മളതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റം തന്നെ. അപ്പോൾ മനസ്സിലായി നമ്മളുടെ സ്റ്റാൻഡില്ലേ PVC പൈപ്പ് ഉപയോഗിച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ നമ്മൾ കുറേ കയറ്റി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ബെൽ ബട്ടല്ലേ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.